ഗവർണർ സംഘപരിവാറിന്റെ ഗുഡ് ബുക്കിൽ സ്ഥാനം പിടിക്കാൻ നോക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ഗവർണറുടേത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമാണ്. ശബരിമലയിൽ നടന്നത് വ്യാജ പ്രചാരണമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. നവകേരള സദസ്സിനെ ഏതെങ്കിലും രീതിയിൽ അപവാദത്തിലേക്ക് നയിക്കാൻ സാധിക്കുമോ എന്ന ശ്രമത്തോടുകൂടി ശബരിമലയെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചത്. ബസ്സിൽ കരയുന്ന ഒരു കുട്ടിയുടെ ഫോട്ടോ ചിത്രം കാണിച്ച് അത് ശബരിമലയുടെ ഭാഗമായിട്ടുള്ള പീഡനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന നില വരെ എത്തിച്ചേർന്നു. അത് ആദ്യം BJP ആണ് ഉയർത്തിക്കൊണ്ടുവന്നത്, പിന്നീട് UDFും അത് ഏറ്റുപിടിച്ചു. മുൻ ധനകാര്യ മന്ത്രി കൂടിയായിരുന്ന തോമസ് ഐസക്കിനെതിരെ ED അയച്ച സമൻസ് നിരുപാധികം പിൻവലിച്ചതായി അവർ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ചുറ്റിക്കളിക്കണ്ട എന്ന് കോടതി EDയോട് പറയുന്നതോടുകൂടി ആ ചുറ്റിക്കളി ഇപ്പോഴും അവസാനിച്ചിരിക്കുകയാണ്. സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട ലിസ്റ്റിലേക്ക് കടന്നു വരേണ്ടത് എന്ന കാര്യം ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സംഘപരിവാർ പീഡനം ഏറ്റുവാങ്ങുന്നതിൻ്റെ ഭാഗമായി RSSൻ്റെ സർസംഘചാലകിനെ തന്നെ നേരിട്ട് കാണാൻ ശ്രമിച്ച കാര്യം നമുക്കറിയാം. സംഘപരിവാർ വിഭാഗത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള നോമിനേഷനും കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണ്.